എറണാകുളം എന്ന് പറയുന്നത് തിരുവനന്തപുരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. ആ സ്റ്റേഷന്റെ ഗതി എന്ന് പറയുന്നത് അധോഗതിയായിരുന്നു. വലിയ പരാതികളായിരുന്നു. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും യാത്രക്കാരുടെ ഭാഗത്തുനിന്നും പരാതികൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നു. ഇതെങ്ങനെയൊന്ന് പരിഹരിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട MLA-യുമായി ദീർഘമായി സംസാരിക്കുകയും അദ്ദേഹം ഇതെങ്ങനെയൊന്ന് പരിഹരിച്ച് തരണം എന്നോട് പറഞ്ഞു. പക്ഷെ പരിഹരിച്ചതിൽ ഒരു പ്രധാന ക്രെഡിറ്റ് KSRTC CMD ആയ ശ്രീ പ്രമോദ് ശങ്കറിനാണ്. മിക്കവാറും എല്ലാ ആഴ്ചയിലും അദ്ദേഹം ഇവിടെ വന്ന് സന്ദർശിച്ച് അതിന്റെ ഓരോ ദിവസത്തെ റിപ്പോർട്ട് എനിക്ക് തിരുവനന്തപുരത്ത് വന്ന് പറയും. ഇതാണ് സ്ഥിതി, ഇവിടുന്ന് ഫോട്ടോ എടുക്കും, അവിടെ വന്നിട്ട് ഇന്ന പോലെ ചെയ്തു എന്ന് പറയും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ IIT-യിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് IIT-യിലെ എഞ്ചിനീയർമാർ വന്നിട്ടാണ് ഇത് ഉയർത്തുന്ന കാര്യങ്ങളും മറ്റും ചർച്ച ചെയ്തത്. പിന്നീട് എന്റെ മനസ്സിൽ തോന്നിയ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളാണ്. അതാണ് ഈ ബസ്സുകളൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യുന്നതും വാങ്ങുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ആ എഞ്ചിനീയറിംഗ് സ്കിൽ ഉപയോഗിച്ച് ഈ വീഴുന്ന വെള്ളം എല്ലാം ഓടയിലൂടി അകത്ത് പോയി ഒരു സമ്പിലെത്തി സമ്പിൽ നിന്ന് പമ്പ് ചെയ്ത് കളയണം എന്നാണ്. ഇപ്പൊ സമ്പ് വരെ റെഡി ആയിട്ടുണ്ട്, ഇനി പമ്പും കൂടി റെഡിയായാൽ മതി. അല്ലെ, സമ്പ് വരെ റെഡി ആയിട്ടുണ്ട്, ഇനി പമ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു അപാകത പറ്റിയത് ഈ റെയിൽവേ ട്രാക്കിനടിയിൽ ഒരു കലങ്ങുണ്ട്. ആ കലങ്ങിനടിയിൽ കൂടി ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ ദൂരെയുള്ള തോട്ടിലടിക്കാം വെള്ളം. അവിടെ അടിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരൂല, അങ്ങോട്ട് ഒഴുകി പൊയ്ക്കോളും. പക്ഷെ അതിന് റെയിൽവേ സഹകരിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. റെയിൽവേ സഹകരിച്ചില്ല. ഞാൻ എപ്പോഴും പറയേണ്ട ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. റെയിൽവേ എനിക്കൊരു കത്തെഴുതി, ഞാൻ പറഞ്ഞുള്ള കാര്യം നമുക്ക് തുറന്നു പറയാം. റെയിൽവേ എനിക്കൊരു കത്തെഴുതി. കേരളത്തിലെ സർക്കാർ വണ്ടികൾക്കെല്ലാം പുതിയ സീരിയൽ നമ്പർ വരെയാണ്, 90 സീരീസാണ്. KSRTCക്ക് KL 15 എന്ന് പറയുന്ന പോലെ എല്ലാ സർക്കാർ വണ്ടിക്കും KL 90, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, സർക്കാർ വണ്ടികൾക്കെല്ലാം 90, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവർക്കെല്ലാം 90A, അങ്ങനെയാണ് രജിസ്ട്രേഷൻ വരാവുന്നത്. പഞ്ചായത്ത് എല്ലാവർക്കും അത് വരും. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 90B വരും. അങ്ങനെ നോട്ടിഫിക്കേഷൻ ആയി കഴിഞ്ഞു. അപ്പൊ എന്നോട് റെയിൽവേക്കാർ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന് KL 3 ആണ് വെച്ചേക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ്, പിന്നെ കേന്ദ്ര ഗവൺമെന്റ്, പിന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി. അപ്പൊ അവർ പറഞ്ഞു ആദ്യത്തെ 10 നമ്പർ ഏതാ, സിംഗിൾ ഡിജിറ്റ് നമ്പർ ഞങ്ങൾക്കായിട്ട് റിസർവ് ചെയ്തിടണം. ഞാൻ പറഞ്ഞു ചെയ്തു തരാം. നീ എൻ മുതുചൊറിഞ്ഞിട്, ഞാൻ നിൻ മുതുചൊറിഞ്ഞിടാം. എനിക്ക് ഈ ഓടയിലടി കൂടെ പൈപ്പിട്ട് അപ്പുറത്ത് പോകാനുള്ള അനുവാദം തരണം. ഇതാണ് ഡിമാൻഡ്. അദ്ദേഹം ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷൻ കൂടിയാണ്. അപ്പൊ കൊടുക്കുമ്പോൾ ഇപ്പൊ തരാം എന്നിട്ട് നമ്മളെ നമ്പർ എന്തായി ഇങ്ങോട്ട്. ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. ഞാൻ നോക്കിയപ്പോ ഇത് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ 90 രജിസ്റ്റർ ചെയ്ത് വെക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ഉത്തരവിധങ്ങളെ കൊടുക്കാം. ആദ്യത്തെ 10 നമ്പർ ഇവർക്ക് റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മന്ത്രിക്ക് ഉത്തരവിടാം. അത് ചെയ്തില്ല. എല്ലാവർക്കും കൂടെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കുമായിട്ട് 90B അങ്ങ് കൊടുത്തു. അപ്പൊ 1 മുതൽ 10 വരെ അവർക്ക് ഡിജിറ്റൽ 1 ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ് നമ്പർ അവർക്ക് വേണമെന്ന് അപ്പൊ കൊടുക്കാൻ ഞാൻ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾക്ക് തരാം, വ്യവസ്ഥ ഇതാണ്, ഇതിനടിയിൽ കൂടെ ഒരു പൈപ്പ് ഇട്ട്, അത് പാലത്തിനടിയൊന്നുമല്ല, കലങ്ങിനടിയിൽ കൂടെ വലിയ 2 പൈപ്പ് ഇട്ടിട്ട് ഈ വെള്ളം പമ്പ് ചെയ്തങ്ങ് ആ തോട്ടി കളയണം. ഒരു കുഴപ്പമുള്ള കാര്യമല്ല. തരാൻ നടത്തി. അപ്പൊ ഞാൻ ഈ ഫയൽ വെച്ചോണ്ടിരുന്നത് തരാൻ തന്നിട്ട് കൊടുക്കാൻ തന്ന് കൊടുത്തിരുന്ന എന്തോ അബദ്ധമായി പോയതിനെ വെച്ചോണ്ടിരുന്നു. എന്നിട്ട് തരുന്നില്ല എന്ന് ഉറപ്പായപ്പോ കൊടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കി. ഇതൊക്കെ നമ്മൾ പരസ്പരം സഹായിച്ചു പോകേണ്ടവരല്ലേ. ഈ വെള്ളം ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് കളയാൻ വേറെ മാർഗമില്ല. ഇപ്പൊ ഇത് വെള്ളം ഇനി വരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ മാധ്യമങ്ങൾ എന്നെ പിന്നീട് കളിയാക്കാൻ ഇടവരരുത്. ഞാൻ പറയാണ് പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. MLA-ക്ക് പറയാം, പരമാവധി ചെയ്യാവുന്ന ഒരു സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് PWD ഉദ്യോഗസ്ഥരും IIT-യിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും പറഞ്ഞതനുസരിച്ച് നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ട്. പെരുമഴ വരുമ്പോൾ ഈ റോഡ് പൊങ്ങി നിൽക്കുകയാണ്, അപ്പുറത്തെ സ്റ്റേഡിയം നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. ഇവിടെ വെള്ളം വരുമ്പോൾ ഗണേഷ് കുമാർ നമ്മുടെ മണ്ടനാക്കിയെന്ന് പറയരുത്. ഞാൻ പരമാവധി ചെയ്തു. ഇന്നിപ്പോ അറിയാൻ കഴിഞ്ഞ 2 ദിവസം മഴ പെയ്തു നന്നായിട്ട്, എന്നിട്ട് വെള്ളം കയറിയില്ല എന്ന് പറഞ്ഞു. അതായിരിക്കില്ല എപ്പോഴും ഉള്ള സ്ഥിതി. പക്ഷെ വെള്ളം പമ്പ് ചെയ്തുകൂടി കളയാൻ കഴിഞ്ഞാൽ വരില്ല എന്ന് ഉറപ്പ് പറയാം. വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു വൃത്തിയാക്കലിന്റെ ഭാഗമായിട്ട് വെള്ളം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെ എഞ്ചിനീയർമാർ ചെയ്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ പണി ചെയ്തു, നല്ല ഫിനിഷിങ്ങോടെ തന്നെ ചെയ്തു. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇതിപ്പോ ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. കാരണം ഈ റോഡിൽ നിന്ന് എന്തുമാത്രം വെള്ളം ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ പുറയിലത്തെ തോട്ടിൽ നിന്ന് അഴുക്കുവെള്ളം കയറത്തില്ല. അവിടെ ഒരു റീറ്റൈനിങ് വാള് പണിയണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഹൈറ്റുള്ള ഒരു വാള് പണിതിട്ടുണ്ട്. അതുകൊണ്ട് ആ തോട്ടിൽ കിടക്കുന്ന അഴുക്കുവെള്ളം ഇങ്ങോട്ട്, അവിടെ അഴുക്കുവെള്ളം പോകുന്ന മാലിന്യ ജലം പോകുന്നതാണ്, അതിന് ഇങ്ങോട്ട് കയറൂല എന്ന് ഉറപ്പുണ്ട്. പക്ഷെ ഈ റോഡിൽ നിന്ന് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് ഉള്ളിലേക്ക് കയറില്ല എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പരമാവധി വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി ഈ സമ്പിൽ ഒരു വലിയ 2 മോട്ടറും കൂടി വെക്കണം. അടിയന്തരമായിട്ട് MD വെക്കും. ആരെയും സ്പോൺസറെ കിട്ടിയില്ലെങ്കിൽ KSRTC തന്നെ വെക്കും. ഇത് ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്, വൃത്തിയാക്കി വെക്കണം. KSRTC ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ദാരിദ്ര്യമില്ല.
ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഇരയിട്ട് മീൻ പിടിക്കാന്ന് പറയും. ഉണ്ടായിട്ടല്ല, ഒരുപാട് പൈസ ചാക്കി കെട്ടി വെച്ചിട്ടല്ല. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ശരിയാണ്. ഇവിടെ സുലഭിന് നമ്മൾ കൈമാറി. ടോയ്ലറ്റ് വളരെ മനോഹരം, നല്ല വൃത്തിയായി. MLA തന്നെ പറഞ്ഞു എയർപോർട്ടിലെ പോലെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ കൈമാറി, തകർന്നു കിടന്നു, അവര് തന്നെ റിപ്പയർ ചെയ്ത് കൈമാറി. കോട്ടയത്ത് കൈമാറിയപ്പോ അവിടുത്തെ KSRTC ഉദ്യോഗസ്ഥർ തന്നെ അവർക്കെതിരെ പരാതി കൊടുക്കുകയാണ്. ഇവര് വടക്കേ ഇന്ത്യക്കാരാണ്, ഇവരെ കയ്യും കാലും പിറക്കിയാണ് ഇവിടെ വരും. അവര് പറഞ്ഞു ഞങ്ങൾ എടുക്കൂലെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഒറ്റയാള് MD എന്റെ അടുത്ത് കൊണ്ടുവന്നു, സാറേ ഇവർ ഒരു സ്റ്റേഷനേ എടുക്കത്തുള്ളൂ, വേറെ ഒന്നും എടുക്കാൻ അവർ തയ്യാറല്ല, അവർക്ക് പേടിയാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനാണ് മന്ത്രി, നിങ്ങൾ എടുത്തിരിക്കും നടത്തിയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. ഞാൻ കൊടുത്ത ഉറപ്പിന്റെ പുറത്ത് അവരിവിടെ നിന്നു. കോട്ടയം എടുത്ത് വൃത്തിയാക്കി. കോട്ടയത്തെ ഇവരങ്ങോട്ട് തുടങ്ങിയ ഉടനെ അവിടെ നിന്ന് കുറെ ആൾക്കാർ, നമ്മുടെ KSRTC ഉള്ള ആരെയാണ്, മുനിസിപ്പാലിറ്റിക്ക് പരാതി, രഹസ്യമായിട്ട് കള്ളപ്പേരിൽ പരാതി, മാലിന്യം എല്ലാം ഇവര് തട്ടിയാൽ, ആരോ കൊണ്ട് തട്ടിയ മാലിന്യം ഇവരെ തലയിൽ വെച്ചു കൊടുത്ത് അവരൊക്കെ ഫൈനടിക്കലും ബഹളവും. അവസാനം ഇത് ചെയ്യുന്ന ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചു. അയാളെ കാസർഗോഡേക്ക് ഫലം മാറ്റി. പലരെയും വെച്ച് ശുപാർശ ചെയ്തു. ഞാൻ പറഞ്ഞു അത് വിട്ടുള്ള കളി മതി. അയാൾ എന്നെ നേരിട്ട് എന്തും പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കൂല. ഒരു മയവും കാണിച്ചില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു നല്ല കാര്യം, യാത്രക്കാർ എങ്ങനെ വരും ഇതിനകത്ത്? നല്ല ടോയ്ലറ്റ് വേണം, നല്ല ഭക്ഷണം കിട്ടണം, നല്ല വിശ്രമിക്കാനുള്ള സൗകര്യം വേണം. ഇതാണ് ആദ്യം ചെയ്തത്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫാമിലിയായിട്ട് വിശ്രമിക്കാനുള്ള മുറി എന്ന ആശയം ഞാൻ കൊണ്ടുവന്ന ആശയമാണ്. ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പേ ഞാൻ വരച്ചു വെച്ചിരുന്ന, മന്ത്രിയാവുമെന്ന് വിചാരിച്ചല്ല, ആരെങ്കിലും ഒരു മന്ത്രിക്ക് ഇത് പറഞ്ഞു കൊടുക്കാം എന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ വരച്ചു വെച്ചതാണ്. ഞാൻ വരച്ചു വെച്ചാണ് ഈ ഗ്ലാസ് കൊണ്ടുള്ള, ഈ എല്ലാവർക്കും സുതാര്യമായ, സ്ത്രീകൾക്കൊക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കത്ത രീതിയിൽ ബസ് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഗ്ലാസ് കൊണ്ടുള്ള എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറി. അത് എല്ലാ സ്ഥലത്തും ചെയ്തു തന്ന വിവോവാണ്. വിവോ കമ്പനിക്കാരാണ്. കോഴിക്കോട് ചെയ്തു, പത്തനംതിട്ട, അല്ലെ, കൊട്ടാരക്കര ഇപ്പൊ നമ്മൾ പുതിയ കെട്ടിടം പണിയുന്നോണ്ട് ചെയ്തില്ല, തിരുവനന്തപുരം, എല്ലാ സ്ഥലത്തും അവരാണ് ചെയ്തത്. ഇവിടെ നമുക്ക് വീഗാലാൻഡ് ചെയ്തു തന്നു, അവരാണ് ചെയ്തു തന്നത്.